ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് Eli1S എന്ന് പറയുന്ന മൊബൈലിൽ മാഷ്മെലോ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഓൺലൈൻ അപ്ഡേറ്റ് ഇതിന് ലഭിക്കത്തില്ല. ഇതിന്റെ ഓഫ്ലൈൻ അപ്ഡേറ്റ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിനായിട്ട് ഇന്ത്യയിൽ ഉള്ള യൂസേഴ്സിന് വേണ്ടിയുള്ള വേർഷൻ ആണ് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്കിവിടെ ഞാനൊരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് കാണാൻ സാധിക്കും. forum.le.com എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ ഇതിനുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നത്. ഈ വെബ്സൈറ്റ് ലീകോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ നിന്ന് മാത്രം നിങ്ങൾ ഇതിനുള്ള ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും Eli1S ആൻഡ് Eli1S Eco EUI 5.8.0.17S. ഈ അപ്ഡേറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓഫ്ലൈൻ അപ്ഡേറ്റ് ആണ്. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതിന് മുമ്പ് നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങൾ ഈ പുതിയ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ആൻഡ്രോയിഡ് വേർഷൻ 5 ആണെന്നുണ്ടെങ്കിൽ അത് 6ലേക്ക് മാറും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ഡേറ്റ് ഡൗൺഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺഗ്രേഡ് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് ഈ 9ാമത്തെ പോയിന്റിൽ കാണാൻ സാധിക്കും, ഡൗൺഗ്രേഡിംഗ് ടു ആൻഡ്രോയിഡ് 5 വിൽ നോട്ട് ബി പോസിബിൾ. നിങ്ങൾ ആൻഡ്രോയിഡ് 6ലേക്ക് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും ആൻഡ്രോയിഡ് 5ലേക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആൻഡ്രോയിഡ് 5 ഉപയോഗിക്കുന്നവരെ അതിൽ കംഫർട്ടബിൾ ആണ്, നിങ്ങൾ ആൻഡ്രോയിഡ് 5ൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6ലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതല്ല, നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 6 മാഷ്മെലോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ചിരുന്ന രീതിയിൽ നിങ്ങളുടെ Eli1S എന്ന് പറയുന്ന മൊബൈലിൽ ആൻഡ്രോയിഡ് 6 മാഷ്മെലോ വേർഷൻ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അതിന്റെ ഫയൽ സൈസ്, നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ഫയൽ സൈസ് 1.3 GB ആണ്. നിങ്ങളുടെ മൊബൈലിൽ കുറഞ്ഞത് 2 GB എങ്കിലും ഫ്രീ ഉണ്ടായിരിക്കണം സ്പേസ്. നിങ്ങൾക്ക് ഇവിടെ 3ാമത്തെ പോയിന്റ് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിൽ EUI 5.5 ഇൻസ്റ്റാൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ പുതിയ വേർഷൻ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ഗ്രേഡ് ഗൈഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ടത്, അതായത് നമുക്ക് ആൻഡ്രോയിഡ് മാഷ്മെലോയുടെ ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ടത് മാക് അല്ലെങ്കിൽ PC ഉപയോഗിച്ചാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോണിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതിലും നല്ല നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഞാൻ ഇവിടെ നിന്നും ഡൗൺലോഡ് ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1.3 GB ഉള്ള നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആകുന്നതാണ്. അതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അതേപോലെ സൈനപ്പ് എന്ന് പറയുന്ന മറ്റൊരു ബട്ടൺ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നിങ്ങൾ സൈനപ്പ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓൾറെഡി നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ സൈനപ്പിൽ ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ഫോൺ നമ്പർ കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എൻ്റർ ക്യാപ്ച എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ കാണുന്ന ഈ ക്യാപ്ച നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. വെരിഫിക്കേഷൻ കോഡ് നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ആ മൊബൈലിലേക്ക് വരും. അതിനുശേഷം നിങ്ങൾ ആ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീകോയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. നോക്കുക, ഞാനിപ്പോൾ ഇവിടെ ലീകോയുടെ വെബ്സൈറ്റിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഞാനത് ഉപയോഗിച്ച് ഇവിടെ സൈൻ ഇൻ ചെയ്തു. ഇനി ഞാൻ ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം 1.3 GB ഉള്ള ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അപ്ഡേറ്റ് ഗൈഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഞാൻ. എങ്ങനെയാണ് ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡിങ്ങിന് ഇട്ട ആ ഫയൽ ഡൗൺലോഡ് ആയതിനു ശേഷം അതിന്റെ പേര് ചേഞ്ച് ചെയ്ത് update.zip എന്ന് ചേഞ്ച് ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ, മൊബൈലിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഫയൽ മെമ്മറി കാർഡിലേക്ക് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇതിനും ഡൗൺലോഡ് ആകാൻ കുറച്ച് സമയം എടുക്കും. നോക്കുക, ഇവിടെ ഡൗൺലോഡിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡൗൺലോഡ് ആയ ഫയൽ നമുക്ക് നോക്കാം. ഇതാണ് ഇപ്പോൾ ഡൗൺലോഡ് ആയ ഫയലാണ്. ഇത് ഡെസ്ക്ടോപ്പിലേക്കാണ് ഡൗൺലോഡ് ആയത്. നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം, എത്ര GB ഉണ്ടെന്ന്. 1.33 GB ഉള്ള ഫയലാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത് ഈ ഫയലിന്റെ പേര് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ പേര് ചേഞ്ച് ചെയ്യണം. അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ ഫയൽ update.zip എന്ന് ചേഞ്ച് ചെയ്യണം. ഞാനിത് ഇവിടെ ഒന്ന് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം എന്നുള്ളിടത്ത് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഇത് പേസ്റ്റ് ചെയ്യുകയാണ്. നോക്കുക, update.zip എന്ന് ഇപ്പോൾ അതിൻ്റെ പേര് മാറിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഞാൻ എൻ്റെ മൊബൈൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്.
എൻ്റെ ഫോൺ ഇപ്പോൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോൺ സ്റ്റോറേജ്. ഞാനിത് ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ ഫയൽ ഇവിടെ ഒന്ന് കോപ്പി ചെയ്ത് ഫോൺ മെമ്മറിയിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ ഇത് പേസ്റ്റ് ചെയ്യുകയാണ്. നമ്മളിതിൻ്റെ പേര് ചേഞ്ച് ചെയ്തു, update.zip എന്ന് ചേഞ്ച് ചെയ്തു. ഇനി ഇത് കോപ്പി ചെയ്തതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോൺ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇനി കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമില്ല. കമ്പ്യൂട്ടറിൻ്റെ ആവശ്യം ഇല്ലാതെ തന്നെ, കമ്പ്യൂട്ടറിൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇത് കോപ്പിയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫോൺ അപ്ഡേറ്റ് ചെയ്യാം. ഇനിയും അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആ ഫയൽ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ, കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത ഫയൽ ഞാനിവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും update.zip എന്നാണ് കോപ്പി ആയിരിക്കുന്നത്. നമുക്ക് ഈ ഫയൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ അപ്ഡേറ്റ് എന്ന് പറയുന്ന സിസ്റ്റം അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തു. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കറന്റ് വേർഷൻ 5.5 ആണ് ഇതിൽ ലാസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിരിക്കുന്ന വേർഷൻ. നമുക്ക് ഈ ഫയൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ മുകളിലായിട്ട് 3 ഡോട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ലോക്കൽ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എഴുതി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ഫോൺ മെമ്മറിയിലേക്ക് ഡൗൺലോഡ് ചെയ്ത് പേസ്റ്റ് ചെയ്ത ആ ഫയൽ കാണാൻ സാധിക്കുന്നില്ല. അതായത് ആ ഫയൽ ഇവിടെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നാണ് ഇവിടെ എഴുതി വന്നിരിക്കുന്നത്. അതിനുള്ള കാരണം ഞാൻ ആദ്യം കാണിച്ചതുപോലെ ആ ഫയലിന്റെ പേര് നോക്കുക, update.zip എന്നാണ് വന്നിരിക്കുന്നത്. അത് മാറ്റാനായിട്ട് ആ ഫയലിൽ ക്ലിക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെ ഏറ്റവും താഴെയായിട്ട് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റീനെയിം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒന്നും update.zip എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്യുക. ബാക്കി .zip എന്നുള്ളത് റിമൂവ് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. നോക്കുക, ഇപ്പോൾ update.zip എന്നായി. അതിനുശേഷം ഞാൻ വീണ്ടും ബാക്ക് ചെയ്യുകയാണ്. ആദ്യം ചെയ്ത പോലെ തന്നെ സിസ്റ്റം അപ്ഡേറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഇവിടെ ഒന്നും ലോക്കൽ അപ്ഡേറ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, അപ്ഡേറ്റ് പാക്കേജ് ഫൗണ്ട്, യുവർ ഫോൺ വിൽ റീസ്റ്റാർട്ട്, ആർ യു ഷുവർ ടു കണ്ടിന്യൂ. അതായത് അപ്ഡേറ്റ് ഫയൽ ഇപ്പോൾ ഇവിടെ ലഭിച്ചു, അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഓർക്കുക, ഇത് മാഷ്മലോയിലോട്ട് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും നിങ്ങൾക്ക് ഇത് തിരിച്ച് ലോലിപോപ്പിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വേർഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാഷ്മലോയെക്കാളും നിങ്ങൾക്ക് ലോലിപോപ്പ് ആണ് ഉപയോഗിക്കാൻ കംഫർട്ടബിൾ ആയിട്ട് ഉള്ളതെങ്കിൽ നിങ്ങൾ ആ വേർഷൻ തന്നെ ഉപയോഗിക്കുക. മാഷ്മലോയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ചില ഫെസിലിറ്റീസ്, ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫോണിൽ ലഭിക്കും. ബാറ്ററി ബാക്കപ്പും അതേപോലെ ആപ്പ് ഒപ്റ്റിമൈസേഷനും ഒക്കെ വളരെ ഇച്ചിരൂടെ ഇംപ്രൂവ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങളുടെ ഫോണിന്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് മാഷ്മലോയിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ കണ്ടിന്യൂ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി ഫോണ് 1-2 പ്രാവശ്യം റീസ്റ്റാർട്ട് ആവും. അതിനുശേഷം നമ്മുടെ ഫോണിലേക്ക് Android 6 വേർഷൻ നമ്മുടെ ഫോണിലേക്ക് അപ്ഡേറ്റ് ആവും. ഇതിന് 5 to 15 മിനിറ്റ്സ് എടുക്കും. നമുക്കതുവരെ വെയിറ്റ് ചെയ്യണം. ഇവിടെ നോക്കുക, റിക്കവറി ഇക്കോ എന്ന് എഴുതി വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക, മൊബൈൽ അപ്ഡേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒപ്റ്റിമൈസിങ് ആപ്സ് എന്നിവിടെ എഴുതി വരുന്നുണ്ട്. ആപ്ലിക്കേഷൻസ് ഒപ്റ്റിമൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണാൻ സാധിക്കും അപ്ഡേറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫോൺ ഓൺ ആയി. എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. മുമ്പുണ്ടായിരുന്നതുപോലെ തന്നെ ഇതിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് ഫോൺ യൂസ് ചെയ്തതിന് ശേഷമേ മനസ്സിലാകത്തുള്ളൂ. എന്തൊക്കെയാണ് ഇതിൽ പുതിയതായിട്ട് ആഡ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നതിന് ശേഷമേ നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കുക, UI വേർഷൻ 5.8 ആയിട്ടുണ്ട്, ആൻഡ്രോയിഡ് വേർഷൻ 6 ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു, ഇതിൽ ലോലിപോപ്പ് ആണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ ഇത് ആൻഡ്രോയിഡ് മാഷ്മലോ 6 അപ്ഡേറ്റ് ആയി. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് സ്റ്റേബിൾ വേർഷൻ ആണ്. ഇത് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ മെയിൻ ആയിട്ട് വന്ന ഒരു മാറ്റം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിംഗർ പ്രിന്റ് ആൻഡ് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ആപ്ലിക്കേഷനുകളും ലോക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ 3 ഫിംഗർ സ്ക്രീൻഷോട്ട് ഓപ്ഷന് ഇതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ ഫോണിൽ കാണാൻ സാധിക്കും. ഇനി നമുക്കിതിൽ പുതിയ തീം വല്ലതും ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിൽ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഇവിടെ തീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും.
നോക്കുക, ഇവിടെ ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല. ഉണ്ടായിരുന്ന അതേപോലെ തന്നെ കുറച്ച് തീമുകളേ ഉള്ളൂ. ഓൺലൈൻ തീമിലും വലിയ ഇമ്പ്രൂവ്മെന്റ് ഇല്ല. എത്ര തീം ഉണ്ടായിരുന്നു അത്രയും തീമുകൾ മാത്രമേ ഉള്ളൂ. വരുന്ന അപ്ഡേറ്റുകളിൽ നമുക്ക് പുതിയ തീമുകൾ ലഭിക്കുമായിരിക്കും. നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ L1S എന്ന് പറയുന്ന ഈ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഓഫ്ലൈൻ അപ്ഡേറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് പേജിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഇതിലും നല്ല ഒരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.